ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 1-2 അധ്യായങ്ങളിലായി ദേവിയെക്കുറിച്ച് പറയാൻ പറ്റിയില്ല. അപ്പോൾ ദേവിയുടെ ഇത് കേൾക്കാൻ വേണ്ടി മാത്രമേ എൻ്റെ പ്രോഗ്രാം കാണുന്നവരുണ്ട്. അതിൽപ്പെട്ടൊരു സ്ത്രീ വിളിച്ച് സങ്കടം പറഞ്ഞു. താങ്കൾ 2 അധ്യായത്തിൽ പറഞ്ഞില്ല, 2 എപ്പിസോഡിലൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു എനിക്കും തോന്നി അത് ശരിയാണ്. അവരുടെ അത്തരം ഭക്തന്മാരും ഭക്തകളൊക്കെ ഉണ്ട് ദേവിക്ക്. അത് ദേവിക്ക് പിന്നെ ആ ഭക്തന്മാരും അല്ലെങ്കിൽ അത്തരം ആളുകൾ കാണുന്നത്, എൻ്റെ പ്രോഗ്രാം കാണുന്നത് പോലും ഞാൻ ദേവിയെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ദേവിയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അവർ വലിയ വിഷമത്തിലാവും. ദേവി എപ്പോഴും ഞാൻ പറയില്ല. പണ്ട് തുടക്കം തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടായിരുന്നു. അതൊന്നും പരിപൂർണമായ രൂപത്തിലുള്ളൊന്നും പറയാനൊന്നും വ്യാഖ്യാനിക്കാനും ഓരോ നാമങ്ങളെക്കുറിച്ച് പറയാനൊന്നുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ല. എനിക്കറിയുന്ന പോലെ പറയുന്നു. പിന്നെ ഇതൊക്കെ ഒരു നിയോഗം പോലെ. അങ്ങനെ ഭഗവതിയെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ അതിനൊരു നിയോഗം വേണമെന്നാണ്. അഥവാ പറയുന്നത് അല്ല അങ്ങനെ അല്ലെങ്കിൽ അത് ഭഗവതി തന്നെ അതിന് മുടക്കം വരുത്തുമെന്നാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് പൂജയുടെ കാര്യവും. പൂജയൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ 30 കൊല്ലമായി ഞാൻ ഉപാസന തുടങ്ങിയിട്ട് അതിൽ പൂജയായിട്ട് തന്നെ 10-18 കൊല്ലത്തോളമായി. ഇന്നുവരെ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അഥവാ ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ 1-2 ദിവസം മാക്സിമം, അതും വല്ലപ്പോഴും മാത്രം പകരം ആളെ ഏർപ്പാടാക്കിയിട്ടാണ് പോവുക. അവരൊക്കെ എന്നെ പോലെ വിശാലമായ രൂപത്തിലുള്ള പൂജയൊന്നും അറിയില്ല. അവർ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് അവരൊക്കെ ആവുന്ന മന്ത്രം ചൊല്ലി അവർ പോവും. ഭാര്യ കുറേയൊക്കെ ഇത് ചെയ്യാൻ കഴിവുള്ളവളാണ്. പക്ഷെ പുള്ളിക്കാരിക്ക് അധികവും മൂകാംബികയിലാണ് എൻ്റെ യാത്ര. അപ്പോൾ അവളും കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊരു അപൂർവ ചില സമയത്ത് മാത്രമേ അവൾക്ക് ആ ഭാഗ്യം കിട്ടാറുള്ളൂ ദേവിയെ പൂജിക്കാനുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ആദ്യം തന്നെ ദേവിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥമാണ്. അതിന് മുമ്പുള്ള പറഞ്ഞു. മേധേ സരസ്വതി വരെ ഭൂതിഭാബ്രവിതാമസേ നേതേ ത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇത് സർവസ്വരൂപിണിയായിട്ട് ഈ സകലത്തിനും സ്വാമിനിയായിട്ടുള്ള ദേവിയെക്കുറിച്ചാണ് ഈ വരികൾ. അല്ലയോ സകല ശക്തികളോടും കൂടിയവൾ ആണ് ദേവി എന്ന് ഈ മന്ത്രം പറയുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, വിഷ്ണുവിൻ്റെ ശക്തിയും സുബ്രഹ്മണ്യൻ്റെ ശക്തിയും ശിവൻ്റെ ശക്തിയും എല്ലാം ദേവിയിൽ അടങ്ങിയിരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ സകല ശക്തികളോടും കൂടിയുള്ളൂ. അങ്ങനെയുള്ള ദേവി, നീ ഞങ്ങളെ ഭയങ്ങളിൽ നിന്നും രക്ഷിച്ചാലും. ഭയങ്ങൾ പല രൂപത്തിലാണ്. അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ സാറേ. ഹലോ കേൾക്കുന്നില്ലേ സാറേ? ആ, കേൾക്കുന്നുണ്ട്. കുറച്ച് വോളിയം കുറക്കും. എന്തോ ഭയങ്കര എക്കോ അടിക്കുന്നു സാറേ. ടിവിയുടെ മുന്നിലല്ല ഉള്ളത്. ഓ, ടി വിയിൽ. ആ ശരി. ഓ ശരി ശരി. ആ ശരി ശരി. ഓക്കെ പറയൂ. ആ പേരൊന്നും പറയണ്ട. പ്രോഗ്രാമിൽ പേരൊന്നും പറയണ്ട. രഹസ്യങ്ങളെല്ലാം പറയാനുണ്ടാവും. അതൊന്നും പറയാം. ആ ശരി. ജൂൺ 26. സമയം പറയൂ.
സാർ സമയം അറിയില്ല. സമയം വേണമല്ലോ. സമയമില്ലെങ്കിലൊന്നും പറഞ്ഞു തരാനാവില്ലല്ലോ. രാവിലെയാണ് സാറേ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുണ്ടോ? ഇല്ല, അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല. അല്ല, ഒരു ഏതാണ്ടൊരു സുമാർ എത്ര മണിയെന്നുള്ള വല്ല നിശ്ചയമുണ്ടോ? 7 പറഞ്ഞ ഓർമ്മ. 7:30 മണി. ഓക്കെ. ഇരുപത്തിയേഴല്ലേ പറഞ്ഞത്? 27 27 7:30 മണിക്കൊന്നും ഇല്ല. 8:30 മണി എന്തായാലും 8:30 മണിയാവും തിരുവാതിര വരണമെങ്കിൽ. 8:30 9 മണിയാവും. അത് നിങ്ങൾ പൊതുവെ ആരോഗ്യപരമായിട്ട് വല്ല പ്രശ്നവും നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒന്നുമില്ല സാറേ. ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന സമയമായിട്ടൊന്നും, കാരണം ഞാൻ 9:30 മണിയൊക്കെ വെച്ച് നോക്കി. തിരുവാതിര തുടങ്ങണമെങ്കിൽ 9:30 മണി ആവണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും, സ്ഥിരമായൊരു രോഗം വേണമെന്നൊരു ബലം അഷ്ടമാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും രോഗം, ഷുഗർ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തില്ലേ ഇതുവരെ? അതൊന്ന് ചെക്ക് ചെയ്യണം. ഒരു ശരീരത്തിനൊരു ഹെൽത്ത് നന്നായിട്ടുണ്ടോ? അതോ ഹെൽത്ത് വേറെ ഇതുവരെയൊന്നും പ്രശ്നം തോന്നിയില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതൊന്നും ഈ സമയമൊന്നും അല്ല. നിങ്ങൾ ഉച്ചയായിട്ട് അങ്ങനെ പിന്നെ ഒരു സമയം അതാണ് നല്ലത്. വെറുതെ ഈ പറയുന്ന പരിപാടി നോക്കൂല. ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ദേവിയെക്കുറിച്ച് ഈ ദേവി ഭയങ്ങളിൽ നിന്നും, ഭയം പല രൂപത്തിലുണ്ട്. അപ്പോൾ ചിലർക്ക് ഏറ്റവും ഭയങ്കര വലിയ ഭയം പറയുന്നത് മരണഭയമാണെന്നാണ്. അയാൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഗ്യാസിൻ്റെ ഇത് വരുമ്പോഴേക്കന്നെ അവരാകെ, പലരും ഈ കോവിഡ് കാലത്തൊക്കെ മരിച്ചു പോയത് ഭയം കൊണ്ടാണെന്നാണ് പറയുന്നത്. കാരണം കോവിഡിനെ കൊണ്ട് ആദ്യം തന്നെ ഒരു പാനിക്കായ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തല്ലോ. അത് മെഡിക്കൽ ലോബി ചെയ്യുന്ന പണിയാണല്ലോ. അവർക്ക് അതിനെക്കൊണ്ട് പലതും, ഇപ്പോൾ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, ഭയപ്പെടുത്തിയിട്ട് മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റുമെന്നാണല്ലോ. അത് പൊതുവെ അങ്ങനെയാണല്ലോ ഏതില്ലാത്ത. അതിന് പൗരൻ്റെ മേലെ ഇനി ഭരണകൂടമായാലും പല രൂപത്തിലുള്ള നിയമങ്ങളൊക്കെ ഇങ്ങനെ അതൊക്കെ കണ്ടിട്ടില്ലേ? ഇതാണ് അതിൻ്റെ കാര്യം. പൗരന്മാരെ അല്ലാതെ പിന്നെ ഈ ഇവിടെയൊക്കെ ഉള്ള പോലെ, യൂറോപ്പിലെ ചില രാജ്യങ്ങളിലുള്ള പോലത്തെ അല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നത്. അവിടെയൊന്നും ഈ ഭയപ്പെടുത്തലൊന്നുമില്ല. പിന്നെ പൗരന്മാർ നിയമം അനുസരിച്ചുകൊള്ളുകയും ചെയ്യും. ഇവിടെ ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണല്ലോ ഇപ്പം എല്ലാവരും വെക്കാൻ തുടങ്ങി. നിയമം കർശനമായപ്പോൾ, ഫൈന് കൂടിയപ്പോൾ എല്ലാവരും ആയി. എങ്കിലും അങ്ങനെ പൗരന്മാർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പൗരന്മാരൊരു ഉത്തരവാദിത്തം പാലിക്കില്ല. അപ്പോൾ അതിൻ്റെ ഭരണകൂടവും അതിൻ്റേതായ രൂപത്തിൽ, പ്രത്യേകിച്ച് പോലീസ് പോലെയുള്ള ഫോഴ്സുകൾ അത് കുറേയും കൂടി സ്ട്രോങ് ആയിട്ട് നിലപാട് സ്വീകരിക്കും. അതൊക്കെ സാധാരണയാണ്. പിന്നെ ഇപ്പോൾ ആധുനിക രാജ്യങ്ങളിലൊന്നും പിന്നെ ഇത്തരത്തിലുള്ള പൗരന്മാരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അവരും ഉണ്ടാക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് ഭരിക്കുന്നവരും അവരോട് വളരെ സൗമ്യമായിട്ട് മാത്രമാണ്, ഏറ്റവും എന്താ പറയുക, ഏറ്റവും മര്യാദയോടുകൂടിയാണ് പെരുമാറുക. അപ്പോൾ അതാണ് അത് അതിലേക്ക് ഇനി വരാനുണ്ട് നമ്മുടെ നാടൊക്കെ. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. ഡേറ്റ് 8/2/1985. സമയം പറയൂ. രാവിലെ 10:20. ഉത്തരം നക്ഷത്രം. ഉത്തര നക്ഷത്രം. ആരുടേതാണ്? ഭർത്താവിന്റെ. എന്താണ് ഭർത്താവിനെ കൊണ്ട് അറിയേണ്ട വിഷയം? ഇപ്പോഴത്തെ ഇനി അങ്ങോട്ടെല്ലാം എങ്ങനെയാണ്?
ഇപ്പം നടക്കുന്ന വ്യാഴദശ തുടങ്ങി. അപ്പോൾ ഇനി വ്യാഴദശ തുടങ്ങിയ സ്ഥിതിക്ക് നീചഭംഗമുള്ള വ്യാഴമാണ് അത്. പക്ഷേ ഈ നീചത്തിൽ കിടക്കുന്ന സ്വാപഹാരം ഏറ്റവും മോശമായിരിക്കും 26 മാസം വരെ. അതായത് 1 കൊല്ലം 8 മാസം വരെ. 20 മാസം വളരെ മോശമായ ഫലങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഒരു തെളിച്ചമുണ്ടാവും. അതുവരെ വളരെയേറെ 20 മാസം. അതുകൊണ്ടാണ് മനസ്സിനും ഒരുമാതിരി ടെൻഷനൊക്കെ ഉണ്ടാവും ഇദ്ദേഹത്തിന്. ഒപ്പം ഇവിടെ ഉണ്ടോ, ആള് സ്ഥലത്തുണ്ടോ ഇപ്പോൾ? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? പ്ലാനിൻ്റെ ഒക്കെ വർക്കാണ്. ശരി, ഓക്കെ. അപ്പോൾ പിന്നെ ഈ പറയുന്ന പീരീഡ് കഴിഞ്ഞാലാണ് ഇയാൾ തെളിച്ചത്തിലേക്ക് വരിക. അതിനുശേഷം ചിലപ്പോൾ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളിലേക്ക് ഇയാൾ പോകാനും മതി. കാരണം വ്യാഴം ലഗ്നാധിപനായ വ്യാഴം 11-ാം ഭാവത്തിൽ നീചത്തിലാണെങ്കിലും നീചഭംഗമുണ്ട്. ആ ഭംഗം കൊണ്ടാണ് രക്ഷപ്പെടുക. പക്ഷേ അത് ഭംഗമില്ലെങ്കിൽ ആ വ്യാഴം വളരെയേറെ കുഴപ്പമുണ്ടാക്കും. പക്ഷേ ഈ ഭംഗം വന്നെങ്കിലും അത് രോഗസംബന്ധമായിട്ട് അതിന് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ചിട്ടും പാരമ്പര്യമായിട്ട് ഷുഗറൊക്കെ ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അച്ഛനും അമ്മക്കൊക്കെ അതുണ്ടെങ്കിൽ കൂടുതൽ തടി കൂടാതെ ശ്രദ്ധിക്കണം. ഇപ്പം തടി ഇനി വർദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ തടി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഉയരത്തിന് കണക്കായിട്ട് തൂക്കത്തെ നിലനിർത്താൻ പറയണം. വ്യായാമം നിർബന്ധമായിട്ടും ചെയ്യണം. ഈ പ്രത്യേകിച്ച് നീചഭംഗ രാജയോഗമായതുകൊണ്ട് ചിലപ്പോൾ വേറൊരു പടിയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഉയർന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടെങ്കിൽ എന്താണ്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയും. അപ്പോൾ ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് കുറച്ച് കാശ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അത് അനുഭവിക്കണമെങ്കിൽ ആരോഗ്യവും കൂടി വേണം. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു വാഹനം ഓടിച്ചിട്ട് നമുക്ക് പോകണം, ഒരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വണ്ടി ഓടിക്കാൻ ഉള്ള ആരോഗ്യമുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു ഭാര്യയും മക്കളും ഇരിക്കുന്ന ആ വണ്ടിയിൽ ഒരു ഡ്രൈവറെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ യാത്രയുടെ ശരിയായ തമാശ കിട്ടില്ല. അതാണ് അതിൻ്റെ. ഞാൻ ഇന്ന് വരെ ഡ്രൈവറെ അപൂർവം ചില സമയത്ത് മാത്രമേ ഡ്രൈവറെ കൂട്ടാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വണ്ടി ഓടിക്കാറ്. അതിൻ്റെ കാരണം ഇതാണ്, മക്കളും ഭാര്യയും നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം ഈ ഡ്രൈവർ അവിടെ ഇരിക്കുമ്പോൾ പലതും നമ്മൾ പറഞ്ഞ് ചിരിക്കാനുള്ള ഒരു സാധ്യത നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആരോഗ്യമുണ്ടെങ്കിലേ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റൂ. അതേപോലെ ആരോഗ്യം എല്ലാ കാര്യത്തിലും വേണമല്ലോ, അത് വേറെ കാര്യം. അത് വണ്ടി ഓടിക്കുന്നതിൽ മാത്രമല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അതേപോലെ എപ്പോഴും നമ്മൾ ഈ ജാതകത്തിൽ ഉറപ്പായിട്ടൊരു പരിവർത്തനം, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ മേലെ ഉള്ള ഒരു പരിവർത്തനം ഇദ്ദേഹത്തിന് വരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതേ സമയത്ത് തന്നെ ആരോഗ്യത്തിന് കുഴപ്പമുണ്ടാക്കുന്ന ചില ഘടകങ്ങളുണ്ട് എന്ന് പറയൂ. പിന്നെ ഇത്തരം വ്യാഴത്തിൻ്റെ സമയത്ത് പുഷ്യരാഗം ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് സാമ്പത്തികമായിട്ട് പ്രയാസമില്ലെങ്കിൽ, അത് പുഷ്യരാഗം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള കല്ലാണ്, മഞ്ഞക്കല്ലാണ്. അപ്പോൾ ഈ പുഷ്യരാഗം ധരിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്ക് കുറേ ശമനം കിട്ടും. പിന്നെ വിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് വളരെയേറെ ഇതിൻ്റെ ദോഷങ്ങൾ, ഇപ്പോൾ ഉള്ള ദോഷങ്ങൾ, അതായത് ഇപ്പോൾ അയാൾക്കൊരു സമ്മർദ്ദമുണ്ടാവും, വളരെയേറെ ഒരു സ്ട്രെസ്സ് എന്ന് പറയും, അത് ഇപ്പം അനുഭവിക്കും. അതുകൊണ്ട് അതിനൊക്കെ മാറ്റം വരും. അത് അത്തരത്തിലുള്ള വിശ്വാസമുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാം. പിന്നെ ഇതെല്ലാം ഒരു വിശ്വാസമാണല്ലോ. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നു, ഇയാൾ മറ്റൊരു പടിയിലേക്ക് ഇയാൾ പോവുക തന്നെ ചെയ്യും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അതായത് അത് ഞാൻ പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു സഹോദരിക്ക് ഒരു 5-6 വർഷം കൊണ്ട് മനസ്സിലാവും.
ആ. എൻ്റെ സത്യമുള്ള വാക്കായിരുന്നു എൻ്റെതൊന്നും, എനിക്ക് ദേവിയാൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു അദ്ദേഹവും എന്നും നിങ്ങൾ നന്ദിപൂർവ്വം എന്നെ കൊണ്ട് പറയൂ. ഓക്കെ, മറ്റേ കാര്യം ആലോചിച്ച് ചെയ്യൂ. ഓക്കെ 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 ശരി ഓക്കെ. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഈ എന്താ ദേവിനെ കുറിച്ച് ഉള്ള ഈ ഭയങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രോഗഭയം, മരണഭയം, ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം, ഇങ്ങനെ ഭയം പലതരത്തിലാണ്. ഇത് പിടികൂടിക്കഴിഞ്ഞാൽ അയാൾ ഉരുകി ചത്തുപോകും. ഇപ്പം എന്നൊക്കെ ഒരു ചെറിയ രോഗം വന്നു, അയ്യോ എൻ്റെ രോഗം, എനിക്ക് എൻ്റെ കാര്യമെല്ലാം പോയി, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുണ്ട്. ചെറിയ എന്തോ ഇപ്പം ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് 13 വയസ്സിൽ ഷുഗർ വന്ന ആളാണ്. ഞാനിപ്പോഴും 82 കിലോയിൽ നല്ല പൂർണ്ണ, ഇപ്പം വണ്ടി ഓടിച്ചിട്ട് തന്നെയാണ് വന്നത്. 13 വയസ്സിൽ ഷുഗർ വന്നതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ വ്യായാമം ചെയ്യുന്നു, ഞാൻ മരുന്ന് കഴിക്കുന്നു, വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പം ഇതൊക്കെ ഈ മനുഷ്യൻ അതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് അയ്യോ ഞാൻ ഷുഗർ രോഗിയാണെന്ന് വിചാരിച്ചാൽ പിന്നെ രോഗി തന്നെ, പിന്നെ അയാൾ ഒന്നിനും കൊള്ളില്ല, അയാൾ എനർജറ്റിക് ആവില്ല. അത് മനസ്സുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടല്ലോ. രോഗങ്ങൾ ചില ആളുകൾക്ക് എന്താണ് അതിനെ പരിധി വിട്ടു പോകുന്നത്. എനിക്കെപ്പോൾ നോക്കിയാലും ഞാൻ 110, 120 രഹസ്യം നിങ്ങളോട് പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷുഗർ രോഗി പഠിക്കേണ്ടതാണ്, എന്നെ കണ്ടു പഠിക്കേണ്ടതാണ്. എന്നെങ്കിലും ഈ ഒന്നാമത് 4 മണിക്ക് എഴുന്നേറ്റിട്ടാണ് പൂജ നടത്തേണ്ടത്. പൂജ നടത്തി തലശ്ശേരിയിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഷുഗർ രോഗം ബാധിച്ച ഒരു മനുഷ്യനാണെങ്കിൽ എനർജറ്റിക്കായിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ചില ദിവസം ഉറക്കിന് കുഴപ്പം വന്ന ദിവസം ചെറിയ വ്യത്യാസം വരും. അത് നിങ്ങൾക്ക് എന്നെ സ്ഥിരമായി കാണുന്നവർക്കറിയാം. അപൂർവം ചില ദിവസങ്ങൾ അത് ഏതെങ്കിലും കാരണവശാൽ ഉറക്കം മിസ്സായി പോയി കഴിഞ്ഞാൽ അത് പ്രോഗ്രാമിനെ ബാധിക്കാറുണ്ട്. അത് എൻ്റെ ഓർമ്മയിൽ 3-4 തവണ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നും വരാറില്ല. അപ്പോൾ അതിൻ്റെ ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏത് രോഗത്തോടുള്ള ഇത് എന്താണ് പറയുക, നമ്മുടെ സമീപനം അത് പ്രധാനമാണ്. അപ്പോൾ ഞാൻ ദേവിയെ വിശ്വസിക്കുന്നു. ദേവി എന്നെ പിന്നെ ഈ മഹാരോഗിയാക്കി മാറ്റിയിട്ട് എന്നെ എൻ്റെ ജീവിതം പിന്നെ നശിപ്പിച്ച് കളയില്ല, അല്ലെങ്കിൽ ആരോഗ്യം തീർത്തും എടുത്തു കളയില്ല എന്നുള്ള ഇത്. ഡോക്ടർമാർ പണ്ടേ 10 കിലോ കുറക്കണമെന്നൊക്കെ പറഞ്ഞതാണ്. അതൊന്നും അനുസരിക്കാൻ പോയില്ല. അതൊക്കെ എൻ്റെ ദൈവികമായ ധൈര്യം കൊണ്ട് മാത്രം ആണ്. അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ എന്നെ ഫോളോ ചെയ്യാൻ പറയില്ല. ഡോക്ടർ പറയുന്ന അനുസരിച്ച് നിങ്ങളൊക്കെ പോയാൽ മതി. എന്നെപ്പോലെ നിങ്ങൾക്ക് മൂകാംബിയമ്മയായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഒരു കോൾ ഉണ്ട്, അതിന് ശേഷം ഞാൻ പറയാം. ഹലോ പറയൂ. നെടുമ്പ്ര പറഞ്ഞോളൂ. 1990 ജൂലൈ 3. 1990 ജൂലൈ 3. സമയം രാത്രി 9:55. വിശാഖം നക്ഷത്രം. എന്താണ് അറിയേണ്ട കാര്യം, പറയൂ. അത് ഇപ്പൊ നല്ല സമയാണോ? ഇപ്പൊ വീട്ടിൽ കൂടിയിട്ട് 2 മാസം ആവുന്നതേ. ശരി. ഇത് ആരുടേതാണ്? എന്റേതാണ്. എന്തോ അവിടെ ഒരു ശബ്ദം വല്ലാതെ വരുന്നുണ്ടല്ലോ. ആ ടി വിയുടെ വോളിയം കുറക്കൂ. എന്തോ ഒരു ശബ്ദം വരുന്നു വല്ലാതെ. അപ്പോൾ വീട്ടിൽ കൂടി പിന്നെ എന്താണ് പിന്നെ വിഷയം എന്താണ്? വീട്ടിലൊക്കെ കൂടി അങ്ങ് പിന്നെ ഇപ്പൊ എങ്ങനെയാന്ന് വീട്ടിൽ ഇപ്പൊ ഇനി ഐശ്വര്യം ഉണ്ടാവോ, നല്ല ഇതാണോ എന്നല്ല അറിയാൻ. ഇപ്പൊ ബുധന്റെ ദശയല്ലേ, പിന്നെ എന്താണ് സംശയം? രാഹുവിന്റെ അപഹാരാണ്, മോശ സമയാണെന്നെല്ലാം പറഞ്ഞു. രാഹു 12-ലെ രാഹു ആണ്. അതിപ്പോ ഒരു 1.5 വർഷമുണ്ട്. പക്ഷേ പിന്നെ പ്രധാനപ്പെട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മഹാദശ ബുധൻ്റെ അല്ലേ. രാഹു 12, രാഹുവിന് എവിടെയെങ്കിലും നിൽക്കണ്ടേ? അങ്ങനെ ഭയപ്പെടാനുള്ള ഒന്നുമില്ല. ബുധൻ പിന്നെ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ബുധനാണ്.
അതുകൊണ്ട് പിന്നെ ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ടോ? പുതിയ വീടൊക്കെ എടുക്കുമ്പം ശത്രുദോഷമൊക്കെ അങ്ങനെ കണ്ണ് ദൃഷ്ടി അതൊക്കെ പറയും. അത് വെച്ചിട്ടുണ്ടോ? ആ പിന്നെ വേറെ എന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ വന്ന് ചെയ്യാം. ഈ ജാതകപ്രകാരം ഇപ്പം ബുധൻ്റെ ദശയാണ്. ഈ രാഹുവിൻ്റെ അപഹാരം അത്ര നല്ലതല്ല എന്ന് വെച്ചിട്ട് അതിനെക്കുറിച്ച് വലിയ ഇതും വെക്കേണ്ടതില്ല. പിന്നെ മാത്രമല്ല ഇപ്പോൾ 2 മാസം കഴിഞ്ഞാൽ 9ലേക്ക് വ്യാഴമൊക്കെ മാറി സഞ്ചരിക്കുന്ന സമയമാണ്. അങ്ങനെ വേറെ ഒരു ഇതൊന്നും വരില്ല. നല്ല ജാതകക്കാരിയാണ്, നല്ല പിന്നെ മാളവിയോഗമുള്ള, നല്ല ദൈവാനുഗ്രഹമുള്ള, നല്ല വകതിരിവുള്ളൊരു പെൺകുട്ടിയുടെ ജാതകമാണ്, പെണ്ണിൻ്റെ ജാതകമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിത വിജയം ഉണ്ടാവും. വിശാഖ നക്ഷത്രം പിന്നെ ലീഡർഷിപ്പ് സ്വഭാവം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അവർക്കെല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ അറിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. വേറെ എന്താണ് ഇപ്പം ഈ രോഗം വരെ അങ്ങനെ ഒന്നും ഒരു സാധ്യത ഇവിടെ കാണുന്നില്ല. പിന്നെ നമ്മൾ ഈ 2 വീലറോ അങ്ങനെ വണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ആ 2 വീലറാണ് ഒന്ന് ശ്രദ്ധിക്കണം, 12ലെ സർപ്പമായതുകൊണ്ട്. പിന്നെ പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീടുമായിട്ട് പഴക്കം വരുന്നത് വരെ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ അപ്പോഴും എല്ലാം ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് പുതിയ വീട്ടിൽ പലപ്പോഴും ഈ കുഴപ്പം വരുന്നത് അങ്ങനെയാണ്. ആ വീടുമായിട്ട് നമ്മളൊന്ന് പിന്നെ സെറ്റായി വരാനുണ്ട്, അതുവരെ ഒന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഉയർച്ച വന്നുകൊണ്ടല്ലേ ഈ പ്രായം നല്ല വീടൊക്കെ എടുത്തത്. മോശം വീടല്ലല്ലോ എടുത്തത്, നല്ല വീടല്ലേ. സാമ്പത്തികമില്ലാതെയാണോ നല്ല വീട് എടുത്തിട്ടുള്ളത്? 4 ബെഡ്റൂമുള്ള വീടല്ലേ എടുത്തിട്ടുള്ളത്? പിന്നെ എന്താണ്, അതൊക്കെ നല്ല നിലയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. സന്താനങ്ങളും നന്നായിട്ട് വരും. 2 സന്താനങ്ങളില്ലേ? കറക്റ്റ്. അതൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. വെറുതെ എല്ലാം ഓക്കെ ആയി നിൽക്കുമ്പോൾ ഒരു സർപ്പത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ബേജാറാവില്ലേ? എവറിതിങ് ഈസ് ഓക്കെ. പിന്നെ വെറുതെ ഒരു സർപ്പത്തിൻ്റെ പേര് ഈ ടെൻഷൻ അടിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ പിന്നെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് ടെൻഷൻ അടിക്കുക എന്നുള്ള മനുഷ്യന്മാരുടെ സ്വഭാവം അത് വേണ്ട, അത് മാറ്റിവെക്ക്. പിന്നെ എന്നിട്ടും ടെൻഷൻ തീരുന്നില്ലെങ്കിൽ എന്നെ വന്ന് കാണൂ, എന്നിട്ട് സർപ്പത്തിൻ്റെ രാഹുദോഷത്തിനുള്ള ഈ ഗോമേതമൊക്കെ ധരിക്കൂ. വേണമെങ്കിൽ എന്നെ വിളിച്ച് ബന്ധപ്പെട്ടിട്ട്. ഭർത്താവാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഭർത്താവ് പിന്നെ വളരെ പ്രിയപ്പെട്ട ഭർത്താവായിട്ടാണല്ലോ ഇവിടെ കാണുന്നത്. മനസ്ഥാനത്താണല്ലോ, 7ാം ഭാവാധിപൻ മനസ്ഥാനത്താണ് കാണുന്നത്. മനസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തയിൽ അയാൾ എപ്പോഴും ഉണ്ടാവുന്ന, അങ്ങനെയല്ലേ? പിന്നെന്താ, എല്ലാം നന്നായി വരും. ഞാൻ ഈ പറഞ്ഞതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഭയങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഒന്നിനും കൊള്ളാതെ വരും. അത് ഞാനിപ്പം വിളിച്ച കോളറോട് പറഞ്ഞ പോലെ എന്തെങ്കിലും ടെൻഷൻ അടിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു കാരണം എന്താണ്, ഒരു പ്രോബ്ലം വിട്ടുതരും എന്ന് പറയുന്നില്ലേ, അതാണ്. അത് പൊതുവെ ജ്യോത്സ്യന്മാരൊക്കെ അങ്ങനെ ഒരു പ്രോബ്ലമൊക്കെ ഇട്ട് കൊടുക്കും. ഇല്ലയെന്ന് പറയുന്നില്ല, ചില ആളുകൾ, എല്ലാവരും അല്ല. അതേപോലെ എന്തെങ്കിലും ഒന്ന് സമാധാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സർപ്പത്തിൻ്റെ അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ സർപ്പത്തിൻ്റേത് ദോഷമില്ലെന്നല്ല, പക്ഷേ മഹാദശ നടക്കുന്നത് കൊണ്ട് അത്ര ഇതില്ല. പിന്നെ ഓരോ ആൾക്കാരോടും ഓരോന്നിനോടും അപഹാരം എന്ന് പറഞ്ഞാൽ ഒരു കട്ടെടുക്കുക എന്നുള്ള അർത്ഥം വരും. അതായത് ഒരു മഹാദശ 17 കൊല്ലം ബുധൻ്റെ ദശയാണെങ്കിൽ അതിലൊരു സമയം രാഹു കട്ടെടുക്കുന്നു, അപഹരിക്കുന്നു. എന്നിട്ട് ആ സമയത്ത് അവൻ ചില ദ്രോഹങ്ങൾ ചെയ്യുന്നു എന്ന് ശാസ്ത്രം, നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നു. പക്ഷേ ഏറ്റവും പ്രധാനം നല്ല യോഗങ്ങൾ ഉണ്ടാവുക, ദൈവാനുഗ്രഹം ഉണ്ടാവുക, നല്ല പിന്നെ ദശ അനുഭവിക്കാൻ നല്ല ദശകൾ കിട്ടുക, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൻ്റെ അകത്ത് അപഹാരത്തിൻ്റെ ഒരു നെഗറ്റീവ് വശം ഉണ്ടെങ്കിലും അതിനെ പർവ്വതീകരിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് ഭയത്തിന് കാരണമാവും, അത്ര തന്നെ. മറിച്ച് അതിനെ എന്താണ്, എനിക്ക് പോസിറ്റീവായി ചിന്തിക്കാം. എനിക്കിപ്പം നല്ല ബുധൻ്റെ ദശയല്ലേ. കാരണം ഏതൊരു വ്യക്തിയും വീടെടുക്കുന്ന സമയം ആ വ്യക്തിക്ക് ഏറ്റവും നല്ല കാലഘട്ടമായിരിക്കും എന്ന് പറയുന്നു.
അതേപോലെ അച്ഛനും അമ്മയൊക്കെ മരിക്കുമ്പോൾ അയാൾക്ക് മോശ സമയമായിരിക്കുമെന്നും പറയുന്നു. അതൊക്കെ അടിസ്ഥാന തത്വങ്ങളിൽ പെട്ടതാണ്. പിന്നെ നമ്മുടെ ജീവിത പങ്കാളി മരിക്കുന്ന സമയം, ആ സമയത്തൊക്കെ അവർക്ക് അത്ര നല്ലതല്ല. മിക്കവർക്കും ഏറെ ശനിയൊക്കെ നടക്കുന്നപ്പോൾ ശനിദശയും രാഹുദശയും ഒക്കെ നടക്കുന്ന സമയത്താണ് ഇത്തരം മോശങ്ങൾ അനുഭവത്തിൽ വരുന്നതായിട്ട് ഞാൻ നന്നായിട്ട് പിന്നെ ആളുകളുമായിട്ട് എന്നെ കാണാൻ വരുന്നവരുമായിട്ട് ബന്ധപ്പെടുന്ന മനുഷ്യനായതുകൊണ്ട് എനിക്കത് കൂടുതൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാ കൊല്ലവും ചണ്ഡികാഹോമവും പിന്നെ നിത്യവും പൂജയൊക്കെ നടത്തുന്നതുകൊണ്ട് കുറേ പേര് അങ്ങനെയും ബന്ധപ്പെടുമല്ലോ. അപ്പോൾ ആ ബന്ധപ്പെടുന്നവർ എന്നോട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ അത് പിന്നെ പേഴ്സണലായിട്ട് സംസാരിക്കുമല്ലോ. അപ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുക. വെറും പാർട്ടി എന്നുള്ള രൂപത്തിൽ വന്നു കണ്ടു പരിചയപ്പെട്ട് കഴിഞ്ഞ് അപ്പോൾ തന്നെ ബലം പറഞ്ഞു പൈസയും തന്നു പോയി. അത് പിന്നെ ഒന്നും നമുക്ക് വിവരം മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെയല്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണേ. കണ്ണൂർ. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1985 ഡിസംബർ 17. ടൈം 12:20 ഉച്ചയ്ക്ക്. ആരുടേതാണ്? എന്റെ തന്നെയാണ്. ചതയം നക്ഷത്രം. അതെ. കർമ്മപാപത്തിന് നല്ല പുഷ്ടി കാണുന്നു. നല്ല ജോലി ചെയ്യുന്നുണ്ടോ? ജോലി തുടങ്ങിയിട്ടില്ല, പഠിക്കുന്നു. എന്ത് പഠിക്കുന്നു? ഞാനൊരു കോഴ്സ് ചെയ്യുന്ന ബ്യൂട്ടീഷ്യൻ്റെ. ആ, കർമ്മഭാവത്തിന് നല്ല പുഷ്ടി ഉണ്ടല്ലോ. എന്നിട്ട് ഇത്രയും കാലം ഇത്ര വൈകിപ്പോയത് എന്തേ? കർമ്മം എന്തോ എവിടെയോ തടസ്സം വന്നല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ജാതകപ്രകാരം പിന്നെ ഈ ജോലി സംബന്ധമായിട്ട് പണ്ടേ നന്നായി വരേണ്ട, സ്വന്തം നിലയിൽ തന്നെയാണ് നന്നായി വരിക എന്നുള്ളൊരു ബലമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വൈകിപ്പോയ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊന്നും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. സാഹചര്യമില്ല. ഏതായാലും ഇപ്പം സാഹചര്യം അനുകൂലമായി വന്നിട്ടുണ്ട് അല്ലേ? സാഹചര്യം അനുകൂലമായതല്ല, പഠിക്കണം എന്നുള്ള ഒറ്റ ഇതുകൊണ്ട് എങ്ങനെയല്ലോ അതിലേക്ക് എത്തിക്കുന്നതാണ്. ശരി ശരി ശരി, എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ സമയത്തിൻ്റെ ആനുകൂല്യം തീരെയില്ല. അത് വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് പഠനത്തിൽ പോലും അത് ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മളെ പേരിൽ അലിഗേഷൻ വരാതെയൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഈ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ പല മിക്സാക്കുമ്പോഴൊക്കെ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ പൊള്ളിപ്പോവൊക്കെ ചെയ്യും. അപ്പോൾ സ്കിന്ന് അവസാനം നമ്മളെ പേരിൽ അങ്ങനെയാണ് സമയം കിടക്കുന്നത്. വളരെ സൂക്ഷിക്കണം. ജോലിയിൽ വളരെയേറെ അലർട്ടായിട്ട് നിൽക്കണം. നമ്മൾ ഏതൊരു വർക്കിനും അപ്പോൾ അതിൻ്റെ പിന്നെ അങ്ങനെ വരാനൊക്കെ സാധ്യത വളരെ കുറവാണ്. എങ്കിലും പിന്നെ ഇങ്ങനെ ഇതിനിടെയും കൂടി ഞാൻ വാർത്തകൾ വായിച്ചു, ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കുഴപ്പമായി പോയിട്ട് കേസ് കൊടുത്തതൊക്കെ. അപ്പോൾ ഇതേപോലെ ഏത് സമയത്തും നമുക്ക് സമയം പഴിച്ച് കിടക്കുമ്പോൾ എല്ലാം അങ്ങനെ നമ്മൾ ചെയ്യുന്നതെല്ലാം പ്രശ്നമുണ്ടായിപ്പോവും. അതുകൊണ്ട് നമുക്ക് അറിയാതെ കാര്യങ്ങൾ ഗുരു ഉണ്ടാവുമല്ലോ, പഠിക്കുന്നതാണെങ്കിൽ അവിടെ ഗുരു ഉണ്ടാവുമല്ലോ. ആ ഗുരുവിനോട് ചോദിച്ചിട്ട് മാത്രം പിന്നെ നിങ്ങളുടെ ചീഫായിട്ട് ഒരാളുണ്ടാവുമല്ലോ, ആ സംശയം കൊണ്ടെങ്കിൽ പുള്ളിക്കാരോട് ചോദിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക. എടുത്തിയാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. കാരണം സമയം അത്ര നല്ലതല്ല. അതുപോലെ 2 വീലർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക. പിന്നെ കുറച്ച് എന്തൊക്കെയോ ഒരു എന്താ പറയുക, വേറെയും പല പ്രോബ്ലങ്ങൾ കാണുന്നുണ്ട്. അത് ഞാനിവിടെ വിളിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കുറേ പ്രശ്നങ്ങളുള്ള ഒരു ജീവിതമാണ് അത്. സംബന്ധമായിട്ട് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ബന്ധപ്പെട്ട് എന്നെ കാണാൻ വരാം, പരിഹാരങ്ങൾ വല്ലതും വേണമെങ്കിൽ.
കാരണം അങ്ങനെയുള്ളൊരു ജാതകക്കാരി തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ശനിദശയും ഏറെ ശനിയും നടക്കുന്ന വ്യക്തിയാണ്. കാണാൻ മാത്രം ഇങ്ങനെ മയിലാണ് പക്ഷി, കാണാൻ മാത്രം ഇങ്ങനെ ഉണ്ടാവും, നല്ല സ്റ്റൈലായിട്ടും ഉണ്ടാവും, ആർക്കും ഒന്നും തിരിയില്ല ഉള്ളിലെ പൊള്ളൽ. അതാണ് നല്ല നല്ല പിന്നെ ചുരിദാറൊക്കെ ഇട്ട് നടന്നു പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവക്കെന്താപ്പാന്ന്. നമ്മളെ കാര്യം പണ്ടാരോ പറഞ്ഞ പോലെ പള്ളിയിലെ കാര്യം അള്ളാഹ്ക്കറിയാം. അതിലൊക്കെ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവർ ചെലവിനൊന്നും തരുമില്ല, അതുകൊണ്ട് അതിൽ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുക. അതായത് സമയത്തിൻ്റെ ദോഷമുണ്ട്, ഒരു നല്ല കാലം വരും, കർമ്മമേഖലയിൽ പുഷ്ടിപ്പെടുകയും രക്ഷപ്പെടുകയും ചെയ്യുമെന്നുള്ളൊരു ഫലം കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക്, പക്ഷേ ഈ ഒരു പീരീഡ് 25 മാസം വരെയാണ് ഏറ്റവും ദോഷം, അത് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും 10 ശുക്രനും ഉണ്ടല്ലോ. ശുക്രന് ഈ പിന്നെ സൗന്ദര്യത്തിൻ്റെയും പിന്നെ മേക്കപ്പിൻ്റെ എല്ലാം ആളല്ലേ, സിനിമയുടെ ഒക്കെ ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൽ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇപ്പം പിന്നെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും സുന്ദരന്മാർ സുന്ദരിയാണെന്നല്ലേ വിചാരം. ഞാൻ കാണുന്നില്ലേ മേക്കപ്പ് എല്ലാം ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്. ഈ കിളവനായി എന്നിട്ടും പൂതി മാറുന്നില്ലല്ലോ, മേക്കപ്പ് എല്ലാം ഇട്ടിട്ടായിരിക്കുന്നത്. ഓക്കെ ശരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ ഈ ഭയങ്ങളിൽ നിന്നും നമ്മൾ മോചിതരാകാൻ ഏറ്റവും പിന്നെ നല്ലത് ദേവി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സുബ്രഹ്മണ്യൻ, അതേപോലെ അയ്യപ്പൻ, പിന്നെ ഇങ്ങനെയുള്ള ചില ഹനുമാൻ, ഇങ്ങനെയുള്ള ചില മൂർത്തികളുണ്ടാവും. അവരെ ഭജിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അത് പക്ഷേ കുറച്ച് കടുപ്പമാണ്. സാധാരണ ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഹനുമാനൊക്കെ നിത്യബ്രഹ്മചാരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായിരിക്കും അവരുടെ പവർ, അവർ അടുക്കാൻ പറ്റില്ല അവരോട്. നമ്മളൊക്കെ പക്ഷേ ഈ സാധാരണ നമ്മളെ എന്താ പറയുക, നമ്മളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള ജീവിതം നയിക്കുന്നവർക്കൊക്കെ ദേവി ആരാധന തന്നെയാണ് നല്ലത്. കാരണം ദേവി കുടുംബം ആണല്ലോ, ശിവനും പാർവതി, ലോകത്തിൻ്റെ പാർവതി പരമേശ്വരന്മാർ, ലോകത്തിൻ്റെ മാതാപിതാക്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ ഗണപതി, സുബ്രഹ്മണ്യൻ, അശോകസുന്ദരി, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ ശിവനും പാർവതിക്കും. അപ്പോൾ അതുകൊണ്ട് ദേവി ആരാധന നടത്തുന്നതാണ് ഗൃഹസ്ഥന് ഉത്തമം. അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭയത്തിൽ നിന്നും മോചിതനാകാൻ പറ്റും. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല. അതിൻ്റെ കാരണം ഈ ആരാധന തന്നെയാണ്, വേറെ ഒന്നുമല്ല. പണ്ടൊക്കെ ഭയം ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയുള്ള ഭയങ്ങളൊന്നുമില്ല. അത് അനുഭവമാണ് പറയുന്നത്, അതിൻ്റെ പിന്നിൽ വേറെ രഹസ്യങ്ങളൊന്നുമില്ല. ഈ ആരാധന തന്നെയാണ്. ദേവി എത്ര കാലം നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നു അത്രയും കാലം നമ്മളെ കാത്തുരക്ഷിക്കും. മരണത്തിൽ മാത്രം ഇടപെടില്ല എന്നുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ദേവിയുടെ പണിയല്ല. കാരണം അത് എന്ത് ഭൂമിയിലുണ്ടായോ അതിനൊക്കെ നാശമുണ്ട്. അത് അനശ്വരമായിട്ട് നിൽക്കുന്നതും നാശമില്ലാത്തതും ആ പരമ്പൊരുൾ മാത്രമാണ്. ദേവിക്ക് മരണമില്ല, നമുക്ക് ഭക്തന്മാർക്കെല്ലാം മരണമുണ്ട്. അല്ലേ പിന്നെ മരണം ഏറ്റവും വലിയ മഹാഭക്തനായ ശങ്കരാചാര്യരുടെ ദേവി 32 വയസ്സിലല്ലേ പോയത്. വിവേകാനന്ദൻ 42 പോയില്ലേ. പിന്നെ ഈ മധ്വാചാര്യർ 29 പോയത്. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഉപാസകൻ്റെ കാര്യത്തിലും അങ്ങനെ മരണത്തിലൊന്നും ദേവി ഇടപെടുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ദേവി ഇടപെടുന്നു എന്നുള്ളതാണ് വസ്തുത. അത് എനിക്കൊക്കെ അനുഭവമുണ്ട്. എവിടെ വിഷമം വരുന്നോ അവിടെ ദേവി വന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകവും അത് തന്നെയാണ്. ഒരു കോളുണ്ട്, ശേഷത്തിലേക്ക് വരാം. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചാല, പറയൂ. 31/7/1968.
രാത്രി 9:45 സമയം. ചിത്തിര നക്ഷത്രം ആ, എന്താണ്? മൂക്കേട് മാറി കിട്ടത്തില്ല, കൊറേ കാലായി. ഭയങ്കര എന്താണപ്പോൾ അത്ര വലിയ പ്രായമൊന്നും ഇല്ലല്ലോ. ഇല്ല. എന്നിട്ടും എന്താണ് 56 വയസ്സാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നീരിൻ്റെ പ്രശ്നമാണോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. വേദനകള് അതെ, അങ്ങനത്തെ ബോഡിയിൽ നീരുണ്ട്. അലർജി പ്രശ്നം ആ, അങ്ങനത്തെ എല്ലാം. അല്ല ബോഡിക്ക് കാലിനാണോ വേദന? എന്താണ്, എവിടെയാണ് വേദന? എവിടെയാണ്? പുറമുണ്ട്. പുറമുണ്ട്. തുടയുണ്ടോ? തുടക്ക് അങ്ങനെയില്ല. ഇല്ല. അങ്ങനെയില്ല. ഇപ്പോൾ പുറത്തെവിടെയൊക്കെ കിടക്കുമ്പോഴാണോ വേദന അനുഭവപ്പെടുന്നത്? കിടക്കുമ്പോ ഇട്ടാലുണ്ട്. ആ, അത് ഈ നമ്മള് ജോലിയെല്ലാം ചെയ്യുമ്പോ ഈ മണങ്ങുമ്പം ഈ മീൻ പിടിക്കാനിരിക്കുമ്പോ അങ്ങനത്തെ എല്ലാം. ആ, ശരി. ആ, മീനൊക്കെ നല്ലോണം മുറിച്ച് പൊരിച്ച് അടിക്കുന്നുണ്ട് അല്ലേ? ഇല്ല 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 ഇല്ല, ശരി ശരി. ഇല്ല. ആ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ബോഡിയിൽ പിന്നെ ഈ ശരീരം പൊതുവേ ഒരു വണ്ണമുള്ള പ്രകൃതമല്ലേ? അല്ല അല്ല അല്ല, മെലിഞ്ഞതാണ്. അത് ശരി. എന്നാൽ ഇത് ഞാൻ ഈ പറയുന്ന ഒന്നുമല്ല. മെലിഞ്ഞതാണെങ്കിൽ അങ്ങനെ ഉള്ള അതല്ല വിഷയം. അപ്പോൾ ഈ വേറെ എന്തോ വിഷയം ഉണ്ടാവും, അത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ജാതകപ്രകാരം ലഗ്നാധിപൻ 6 നിന്നാൽ ശരീരത്തിന് രോഗം വരുമെന്നുള്ളൊരു ഫലമുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ. ലഗ്നത്തിൽ സർപ്പവും നിൽക്കുന്നുണ്ട്, അത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ശനിക്കും ബലഹാനിയുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് ഈ കൃത്യമായ ഒരു ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്രയും കാലത്ത് ഓർമ്മ വെച്ച മുതലേ സൂപ്പർ തന്നെയാണ്. ഇപ്പോൾ ഏതായാലും മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നീചത്തിൽ നിൽക്കുന്ന ദുരിതപതിയായ ശനിയുടെ ദശ കഴിഞ്ഞു. അപ്പോൾ ആ ശനിയുടെ ദശ കഴിഞ്ഞുകൊണ്ട് അത് ദുരിതപതിയും കൂടിയാണ്. അപ്പോൾ ദുരിതങ്ങൾ ഒരുപാട് അനുഭവിക്കുക എന്നുള്ള കഴിഞ്ഞ 19 കൊല്ലമായിട്ട് നിങ്ങളുടെ ഫലം ചിത്തിര നക്ഷത്രത്തിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത്രയായിട്ടുള്ള 24 8-ാം മാസമാണ് കഴിഞ്ഞത്. ഇനി ഇപ്പം നടക്കുന്നത് ബുധൻ്റെ ദശയാണ്. ഈ ബുധൻ്റെ ദശ വരുന്നതിന് ശക്തി പ്രാപിക്കുന്നതോടുകൂടി ബുധൻ അങ്ങോട്ട് പോകുന്തോറും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നല്ല ചികിത്സയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു വരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ദുരിത കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി മെല്ലെ മെല്ലെ രോഗത്തിനകത്തുനിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു വരുമെന്നാണ് ഞാൻ ഫലം പറയുന്നത്. മക്കള് പഠിക്കുന്നതാണ്, മക്കളെ കൊണ്ട് മക്കളൊക്കെ അത് അവരുടെ നിങ്ങളെ ജാതകപ്രകാരം മക്കൾക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പം മക്കളെ ഫലം മക്കളെ വെച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ അവരെ പറ്റി അറിയണമെങ്കിൽ നിങ്ങളൊന്ന് എന്നെ ബന്ധപ്പെടുകയോ അല്ലെ വിളിച്ച് ചോദിക്കുകയോ ചെയ്യുക അടുത്ത പ്രാവശ്യം, കേട്ടോ? ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഭയങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചാലും എന്നാണ്. അത് ഏതാണ്? സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ആ ദുർഗ പിന്നെ നമ്മളെ എല്ലാ തരത്തിലുള്ള ദുർഗതികളെയും ഇല്ലാതാക്കുന്നവളാണ് ദുർഗ. ആ ദുർഗയെ നമ്മൾ നമ്മുടേതായ രൂപത്തിൽ, എന്നെപ്പോലെ വലിയ രൂപത്തിലൊന്നും ചെയ്യാനൊന്നും ആർക്കും ആവില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളെക്കൊണ്ടാവുന്ന രൂപത്തിൽ, നിങ്ങളെക്കൊണ്ട് എന്ന് പറയുന്ന പ്രേക്ഷകരോട് മൊത്തമല്ലേ, അത് പ്രത്യേകം പറഞ്ഞില്ലെന്ന് വേണ്ട. കാരണം എൻ്റെ പ്രേക്ഷകർ പല രൂപത്തിലുള്ളവരുണ്ട്. ജ്യോതിഷം മാത്രം കേൾക്കാൻ ഇഷ്ടമുള്ളവർ, ലോകകാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ള നോക്കാൻ അത് പറയുന്നുണ്ട്. അവരെയും നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടോ എന്ന് കേൾക്കാതിരിക്കുന്ന, തമാശ കേൾക്കാൻ വേണ്ടി മാത്രമേ ഇരിക്കുന്നവർ, പിന്നെ ജ്യോതിഷ ഫലങ്ങൾ അറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വിഭാഗം, ഇങ്ങനെ ഒരു 3-4 വിഭാഗം ആൾക്കാരാണ് എൻ്റെ പ്രേക്ഷകർ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം, അതിൽ കൂടുതലും ഭക്തന്മാരായ ദേവീ ഭക്തന്മാരുണ്ട്, അവരോടാണ് പറയുന്നത്. കുറച്ച് സമയം അങ്ങനെ മാറ്റി വെച്ചാൽ എന്തായാലും
അത് നഷ്ടമാവില്ല, അത് മോശമാവില്ല എന്ന് മാത്രം അത് സംബന്ധമായിട്ട് പറയുന്നു. ഇനി പറയാനുള്ള 2 കാര്യങ്ങൾ, അത് പറയണ്ടെന്ന് വിചാരിച്ചാൽ എന്നാലും പറയാതിരിക്കാനും പറ്റില്ല. ഒരു കോളും കൂടിയുണ്ട്, അത് കഴിഞ്ഞാൽ നേരം കിട്ടുമെന്ന് അറിയില്ല. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ, പറയൂ. 1998 ആ വോളിയം കുറക്കൂ, ടി വിയുടെ വോളിയം കുറക്കൂ. 1998 ഒക്ടോബർ 11 രാത്രി 8:15. ആരുടേതാണെന്ന് പറയൂ. മകളുടേതാണ്. എന്താണ് തിരുവാതിര നക്ഷത്രം? തിരുവാതിര നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? ഇപ്പോൾ ശനിദശയാണ് നടക്കുന്നത്. ശനിയുടെ സ്വാപഹാരം നടക്കുന്നു. 2026 ജൂൺ മാസം വരെ സമയം ഗുണമല്ല. വിവാഹം നടന്നോ? ഇല്ല, വിവാഹ കാര്യത്തിന്റെ. അത് തന്നെ. അതൊക്കെ സമയം ഇപ്പം വയസ്സ് 26 അപ്പോൾ ഇനി 2 കൊല്ലത്തോളം സമയം അത്ര ഗുണമല്ല. അതിന് വിവാഹം നടക്കും, അതിന് സംശയമില്ല. പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ കുഴപ്പമുണ്ട്. അത് വേണമെങ്കിൽ നിർബന്ധമായിട്ടും പിന്നെ തിരുവാതിരക്ക് വിവാഹം വൈകുക എന്നൊരു ബലവും കൂടി ഉണ്ട്, കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ ശുക്രനും നീചത്തിലായിപ്പോയി. ഇപ്പോൾ ദുഷ്പരിവർത്തന യോഗം എന്ന് പറയും നമ്മളെ ഭാഷയിൽ. അതായത് 7ാം ഭാവാധിപൻ 6ലും 6ാം ഭാവാധിപൻ 7ലും. അത് മോശപ്പെട്ട പരിവർത്തനമാണ്. നല്ല സൽപരിവർത്തനവും ദുഷ്പരിവർത്തനവും ഉണ്ട്. ഇവിടെ ദുഷ്പരിവർത്തനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം. അത് ഈ ജാതകപ്രകാരം ആവശ്യമാണ്. കുറച്ച് വ്രതങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് താല്പര്യമുള്ള പെൺകുട്ടിയാണെങ്കിൽ അവളെയും കൂട്ടി വന്നാൽ നമുക്കതിനെക്കുറിച്ച് പറയാം, പരിഹാരങ്ങൾ ചെയ്യാം. ഇപ്പം വിവാഹത്തിന്റെ അതാ ഞാൻ പറഞ്ഞതിലെല്ലാം അടങ്ങി. അതിൽ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പറയുന്നുണ്ടാവുക. അല്ലാതെ വെറുതെ പറയില്ലല്ലോ. അങ്ങനെ എല്ലാവരെയും ഒന്നും ഭയപ്പെടുത്തുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. എനിക്ക് അറിയാലോ, ഇവിടെ എന്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ശനിയുടെ തുടക്കമല്ലേ, ശനിയുടെ സ്വാപഹാരമല്ലേ നടക്കുന്നത്. ആ സമയം ഭയങ്കര അനുകൂലമാണെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ജ്യോതിഷത്തിൻ്റെ പ്രാഥമികമായ പഠനം നടത്തിയ ഒരു വ്യക്തിക്ക് അത് പറയാൻ പറ്റുമോ? അത് നീചത്തിൽ നിൽക്കുന്ന ശനി ലഗ്നത്തിൽ പെട്ടെന്ന് ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നത് നോക്കണം. ചെറിയ രോഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനൊന്നും നിസ്സാരമായിട്ട് കാണരുത്. ശരീരം ഇപ്പം ആവശ്യത്തിന് പുഷ്ടിയില്ലേ? ഉണ്ട്. ശരി. അപ്പോൾ ഇപ്പം ശനി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ശനി 19 കൊല്ലമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാൻ പറയണം. ലഗ്നത്തിൽ നീചത്തിൽ നിൽക്കുന്ന ശനിയാണ്. അതുകൊണ്ട് ഇത്രയും കാലം വ്യാഴദശയായിരുന്നു. അതുകൊണ്ടാണ് പഠനമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 11ലെ വ്യാഴമായിരുന്നു, നല്ല കാലമായിരുന്നു കഴിഞ്ഞു പോയത്. അപ്പോൾ ആ പഠനം നന്നായിട്ട് വന്നില്ലേ? അതോ അതും പഠനം കഴിഞ്ഞു, ജോലിന്റെ കാര്യം. അതാ ജോലിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഈ തടസ്സം വരിക. ജോലി, വിവാഹം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ ഈ 2 വർഷത്തോളം തടസ്സമുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് പരിഹാരം ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിച്ചത്. നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ നോക്കിയ വിഷയം മറ്റൊന്നുമല്ല. ഈ ബാംഗ്ലൂരിൽ നടന്ന ഒരു കൊലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു സബ്ജക്റ്റായിട്ട് തോന്നിയില്ല. അതിൻ്റെ കാരണം ഈ ഡൈവേഴ്സ് ചെയ്യുന്ന ദമ്പതികൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട്. ഇപ്പം ഡൈവേഴ്സ് വളരെ കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ. ഈ പറയുന്ന 21 വയസ്സുള്ള ആ പയ്യൻ്റെ പേര് ആരവ് എന്നോ മറ്റോ ആണ്. അവനിപ്പം ജയിലിലാണുള്ളത്. ഇവിടെ അടുത്താണ്, തോട്ടടക്കാരനാണ്. അപ്പോൾ എന്താണ് അവൻ്റെ കാര്യത്തിൽ? അവൻ്റെ മാതാപിതാക്കൾ പിരിഞ്ഞവരാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. അവന് സത്യം പറഞ്ഞാൽ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. അമ്മ പിന്നെയും കല്യാണം കഴിച്ചു എന്നാണ് ഇന്നലെ വാർത്തയിൽ വായിച്ചത്. 3 കല്യാണം.
അപ്പോൾ അച്ഛൻ വേറെ എത്രയോ കഴിച്ചോ എന്നുള്ളൂ, അതിനെ പറ്റിയൊന്നും വാർത്തയിലില്ല. ഒന്നും പറയാം. അവൻ മുത്തച്ഛൻ അമ്മയുടെ അച്ഛനാണോ ആവാം, അച്ഛൻ്റെ അച്ഛനാവാം, ആരാണ് അവനെ വളർത്തുന്നത് എന്നുള്ളതും വാർത്തയിൽ കണ്ടില്ല. മുത്തച്ഛൻ എന്ന് മാത്രമേ കണ്ടുള്ളൂ ഞാൻ. അപ്പോൾ അവൻ ഒരു പെൺകുട്ടിയെ കൊന്നു, ആസാമിലുള്ള ഒരു പെൺകുട്ടിയെ. പിന്നെ ആപ്പ് വഴി പരിചയപ്പെട്ടതാണ്. അതിപ്പോൾ പലതരത്തിലുള്ള ആപ്പും ഉണ്ട്. എന്തോ ആവട്ടെ. പക്ഷെ അതിൻ്റെ പിന്നിൽ ഈ ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാതെ അച്ഛനും അമ്മയും അടിച്ചു പിരിഞ്ഞതല്ലേ, ആ സ്നേഹം കിട്ടാതെ കുട്ടികൾ എത്ര വലിയ ക്രിമിനലായി മാറുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആണ് ഞാൻ പറയുന്നത്. അത് ചാൾസ് ശോഭരാജ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ലോകം കണ്ട ക്രിമിനലിൽ ഒരാളായിരുന്നു. നമ്മളെ ബാഗേരിയിലെ ബാലകൃഷ്ണനെ പോലെ ക്രൂരനായ 5 പേരെ കൊന്ന്, അതേപോലെ റിപ്പർ ചന്ദ്രൻ, അങ്ങനെയുള്ള കുപ്രസിദ്ധമായ കുറ്റവാളികളുണ്ടല്ലോ, നമ്മൾ ഗോവിന്ദച്ചാമി, അങ്ങനെയുള്ള കുറ്റവാളികൾ. ആ കുറ്റവാളികളെ ഒക്കെ കടത്തി വെക്കുന്ന കുറ്റവാളി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുറ്റവാളി ചാൾസ് ഗുരുമുഖ് ശോഭരാജ് എന്ന് പറയുന്ന ആളാണ്. അയാൾ പറയുന്നത് അയാളെ അമ്മ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് അമ്മയുടെ, സത്യം പറഞ്ഞാൽ അമ്മയുടെ പിമ്പിൻ്റെ പണിയെടുപ്പിച്ചു അമ്മ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയെന്നാണ് അയാൾ പറഞ്ഞത്. അത് വസ്തുതയാണത്. അയാളുടെ ആത്മകഥയിൽ അയാൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരം എങ്ങനെയാണ് ക്രിമിനൽ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിമിനൽ മൈൻഡ് എന്തുകൊണ്ട് വരുന്നു, എന്തിനാണ് 19-കാരിയായ ആസാംകാരിയെ കൊല്ലുന്നു, എന്തിനു കൊല്ലുന്നു? അപ്പോൾ ഇവൻ്റെ മനസ്സിൽ കരുണയും ദയവും ഇല്ലാതായി പോകുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ വേറൊരു പ്രശ്നം എന്താണ് വരിക? അവൻ ഇപ്പോൾ ഉള്ളത് പരപ്പന അഗ്രഹാര ജയിലിലാണ്. പരപ്പന അഗ്രഹാര ജയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണമില്ലാത്തവൻ അവിടെ പോയി കഴിഞ്ഞാൽ അടിയുടെ പൂരമായിരിക്കും. അപ്പോൾ വളരെ ക്രൂരമായിട്ട് മറ്റുള്ളവരുടെ ഇതൊക്കെ ബാത്റൂമൊക്കെ കഴിയിക്കുക, അങ്ങനെ അതിഭീകരമായ അനുഭവങ്ങൾ. നല്ലോണം ജയലളിതയും ശശികലയും അല്ലെ നമ്മളെ മറ്റ് മദനിയൊക്കെ കിടന്ന ജയിലാണ്. പക്ഷെ ആ ജയിലിൽ പണം കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ അടിയുടെ എന്താ പറയുക, വെടിക്കെട്ടാണെന്നാണ്. എനിക്കൊക്കെ നേരിട്ടറിയാം, ഞാൻ ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെടുന്ന ആളല്ലേ. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ കിടന്നു പോയിരുന്നു. അപ്പോൾ അന്നേരം എല്ലാം മനസ്സിലാക്കാൻ പല രൂപത്തിലും ഇങ്ങനെ അവരുടെ ക്രൂരമായ പെരുമാറ്റം കൊണ്ട് ഇവനി വലിയ ക്രിമിനലായിട്ട് അഥവാ ഒരു 40 വയസ്സിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ തൂക്കിക്കൊന്നേക്കാം, അത് പറയാൻ പറ്റില്ല, അത് കോടതിയുടെ കാര്യം. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും തെളിവുണ്ടല്ലോ, കംപ്ലീറ്റും ഇവൻ ചെയ്ത കുറ്റത്തിനൊക്കെ തെളിവൊക്കെ എവിഡൻസൊക്കെ അവർക്ക് സംഘടിപ്പിക്കാനാവും പോലീസിന്. അപ്പോൾ അവൻ പുറത്തിറങ്ങുമ്പോഴേക്കും അവന് എന്താവും, ഏറ്റവും വലിയ ക്രിമിനലായിട്ട് മാറുക ചെയ്യുക. കാരണം ആ പരപ്പന അഗ്രഹാര ജയിലായതുകൊണ്ട്. നമ്മളെ കണ്ണൂർ സെൻട്രൽ ജയിലൊന്നും അങ്ങനെയൊന്നുമില്ല. ഇത് നേരിട്ട് ഈ ജയിലിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പിരിയുന്നവരൊന്ന് ശ്രദ്ധിക്കുക, മക്കളുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകളാണ് ഉണ്ടായിത്തീരുക. അത് എല്ലാവരും ഓർമ്മിക്കുക. ഇപ്പം എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിച്ചിട്ട് ഡൈവേഴ്സ് ആക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാട് വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അത് മക്കളെയാണ് ബാധിക്കുക എന്ന് മനസ്സിലാക്കുക. അത് ഇതിലപ്പുറം എന്നൊന്നും പറയാനില്ല. ഇത് ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇത് ഒരു നമ്മളെ നാട്ടിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവണം. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ മോശമായ കാര്യത്തിനല്ല പ്രചോദനം വേണ്ടത്, അത് എങ്ങനെയൊക്കെ വന്നേക്കാം എന്ന് എല്ലാവരും തിരിച്ചറിയണം. അത് ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവർ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഒപ്പം എന്നെ ബന്ധപ്പെടേണ്ട നമ്പർ ഇത് തന്നെയാണ്, 9388504419 എന്നുള്ള നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് എന്നെ വന്ന് കാണാം. അതേപോലെ ഓൺലൈനിൽ ബലമറിയേണ്ടവർക്കും ഈ നമ്പർ ഉപയോഗിക്കാം. ഏവർക്കും നന്ദി, നമസ്കാരം.